ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സൺഡേ ആണ്. ഇന്നത്തെ നമ്മുടെ ദിവസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. അപ്പം ഞാൻ രാവിലെ തന്നെ ഇന്ന് നല്ല ഫ്രഷ് ആയിട്ടാണ് കേട്ടോ, അടിപൊളിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ ചായ ഇടുകയാണ്. ഞാനപ്പം ചായ മാറ്റിയിട്ടുണ്ടായിരുന്നു, പഞ്ചസാര മാറ്റി. ഒന്ന് ഈ മാസം സ്റ്റാർട്ടിങ് മുതലൊന്ന് ഡയറ്റൊക്കെ വീണ്ടും ഒന്ന് എടുത്ത് വരാനായിട്ട് പോവാണ്. അപ്പോൾ ചായ മാറ്റി പാലാണ് പകരം. രാവിലെ എന്തെങ്കിലും ഒന്ന് ഡ്രിങ്ക് വേണ്ടേ, അപ്പം ഇത് മാറ്റണം. പതിയെ ഉള്ളൂ. അപ്പം മാറ്റുന്നതിനുള്ള ഒന്നാം ഘട്ടമായിട്ട് ചായ അങ്ങ് മാറ്റി, പഞ്ചസാര മാറ്റിയിട്ട് പാൽ മാത്രമായിട്ട് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഡയറി എടുത്ത് നല്ല ഫ്രീ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് എൻ്റെ ഡേ അപ്പം ഞാൻ നല്ല ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നത്തെ പോലെ തന്നെ ഇന്നും അവരാരും എഴുന്നേറ്റിട്ടില്ല. ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ഞാൻ എൻ്റെ ജോലികളിലോട്ട് കടക്കാനായിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. പിന്നെ ഫസ്റ്റ് എൻ്റെ മുടി ഞാൻ കാണിച്ചെന്നു വെച്ചാൽ ഞാനിന്ന് കട്ട് ചെയ്തു. അപ്പം സൺഡേ ആയിക്കൊണ്ട് എല്ലാം ഒരു ചേഞ്ചിൻ്റെ തുടക്കമായിട്ട് അപ്പോൾ ഹെയറും കുറേ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചേന വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചേന, എരിശ്ശേരിയും ഏത്തക്കായ മെഴുക്കുവരട്ടിയും വെക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നലെ കിച്ചൺ ഭയങ്കര ക്ലീനിങ് ഒക്കെ ആയിരുന്നു. അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഹലോ, എരിശ്ശേരി വെക്കാനുള്ള അരപ്പ് റെഡിയാക്കിയാണ്. അപ്പോൾ ഏട്ടൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ട് മിക്സി അരപ്പ് അരയ്ക്കുകയാണ്. അതിനുള്ള ഗ്രേവി തയ്യാറാക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചേക്കാം. ഇതെന്താ കാക്ക? ഞാൻ വീഡിയോ ഓണാക്കി വെച്ചേക്കാൻ ഏട്ടനോട് പറയുമായിരുന്നു. ഏട്ടനപ്പം ഓംലേറ്റിനുള്ള അരിഞ്ഞ് തരുക. എല്ലാവരും ഒന്നിച്ച് ഹാപ്പി ആയിട്ട് 4 പേരും എൻജോയ് ചെയ്താൽ ഞങ്ങളുടെ ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നു കേട്ടോ. അപ്പം ഇടയ്ക്കൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പം നല്ല മനസ്സാണെങ്കിൽ എന്നെ ഇങ്ങനെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തിരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് സൺഡേ ആയിക്കൊണ്ട് കുറേ ക്ലീനിങ്ങും കാര്യം എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേര് ഒന്നിച്ച കാര്യങ്ങളെല്ലാം ചെയ്ത്. എരിശ്ശേരി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഓംലേറ്റ് അടിക്കാമെന്ന് വെച്ച് ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ഏട്ടൻ അതിൻ്റെ ഇത് രാവിലത്തെ ഫുള്ളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇതിനിടയ്ക്ക് ഒരുപാട് ജോലികളുണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് സൺഡേ ആയിട്ട് ഒത്തിരി ജോലികൾ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെന്താ, അപ്പം കുട്ടികൾക്ക് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തായിരുന്നു. അവർ കുഞ്ഞുവയറ് നിറച്ചിരുത്തി കഴിഞ്ഞാലേ എനിക്ക് ജോലി ചെയ്യാനും തിരക്കിലോട്ടൊക്കെ കടക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ കുഞ്ഞു പെണ്ണെന്നെ ഒന്നിനും സമ്മതിക്കത്തില്ല. പിന്നെന്താ, ഓംലേറ്റ് ഫ്ലോപ്പായി ഗോയ്സ്. ഫ്ലോപ്പൊന്നുമല്ല, തിരിച്ചിട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ബൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ട് ഒത്തിട്ടുണ്ടായിരുന്നു. ഇത് ഫുള്ള് 3 ആയിരുന്നുകൊണ്ട് അത്രയും തിരിച്ചിട്ടപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോയി. അതെനിക്ക് സ്ഥിരം സംഭവിക്കാറുള്ളതാണ്. അത് വലിയ കാര്യമൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഞങ്ങൾ ചോറും രാവിലത്തെ എടുത്തില്ല. രാവിലെ ഞാൻ പറഞ്ഞില്ല, രാവിലെ ഭയങ്കര തിരക്കായിരുന്നു, അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരം ഏട്ടൻ ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാൽ അതെല്ലാം പുരട്ടിയെടുത്ത് വെക്കാമെന്നൊക്കെ ഉള്ളതിൽ ഞാൻ ആ ജോലിയിലെല്ലാം ഇടയ്ക്ക് അപ്പം തന്നെ കഴുകി എടുത്ത് വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അപ്പം തന്നെ അതെന്നാൽ പെട്ടെന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ച്. എനിക്ക് ആ കയ്യോടെ ഇത് കഴുകിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ എത്ര തിരക്കാണേലും. ഞാൻ അത് എന്നിട്ട് എല്ലാം മസാല എല്ലാം ഇട്ട് മല്ലിപ്പൊടിയും മസാലക്കൂട്ടും കാര്യങ്ങളെല്ലാം ഇട്ട് പുരട്ടി വെക്കുക. പുരട്ടി കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് നമ്മളെപ്പോഴും വെക്കുന്നതിലും കുറച്ചുകൂടി കൂടും. സ്വല്പം കുരുമുളക് പൊടിയും കൂടി ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഞാനിപ്പം പാലാക്കിയെന്ന് പറഞ്ഞില്ലേ, അപ്പം ഉടനെ ജിമ്മും കൂടെ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ആഴ്ച മുതൽ പോകണം. എല്ലാം ഞാൻ പോയി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ആഴ്ച തൊട്ട് വീണ്ടും തുടങ്ങണം. വണ്ണം കുറയ്ക്കണം ഗായ്സ്. നമ്മൾ വണ്ണം ലുക്കിൽ മാത്രമല്ല, അസുഖങ്ങൾ കേട്ടില്ല, ഇപ്പോഴത്തെ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം
എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം. ഞാൻ തുടങ്ങിയിട്ടുണ്ടെന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ആ ഒപ്പം നമ്മൾ ഒരേ ഇതിൽ പോവുകയാണെങ്കിൽ റിസൾട്ടും ഒരുപോലെ വരും. രസമല്ലേ ഈ ഗ്രൂപ്പ് കൂടി ചെയ്യുന്നത്? എനിക്കിഷ്ടമാണ്. ഒറ്റ ഒരാളാണെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ നമുക്കൊരു ഇത് ചെയ്യാനൊരു താല്പര്യം കൂടും. റിസൾട്ടൊക്കെ ഒന്ന് ചെന്ന് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് ജിമ്മിൽ. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ഡേ വെയിറ്റ് നോക്കി, ഒരു മാസം കൊണ്ട് അല്ലെ 2 ആഴ്ച കൊണ്ട് വീണ്ടും നോക്കി, അങ്ങനെ ചേഞ്ചൊക്കെ നോക്കി. അപ്പോൾ ആ ഒരു ഒന്നിച്ച് പോകുമ്പം നല്ലൊരു എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് കൂടും. അങ്ങനെ ആ ഗ്രൂപ്പിലോട്ട് ഇപ്പം ഞാൻ നിങ്ങളെയും കൂടെ ക്ഷണിച്ചിരിക്കുകയാണ്. കോണ്ടാക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെങ്കിലും എല്ലാവരും ഈ ഒപ്പം തന്നെ കൂടുവാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ, എൻ്റെ ചേഞ്ചിനനുസരിച്ച് നമുക്ക് മാറ്റം ഉണ്ടോ എന്ന് നിങ്ങളും ചെക്ക് ചെയ്യണേ. എന്തായാലും ഈ പ്രാവശ്യം ഒരു ചേഞ്ച് വേണം. പോയിക്കൊണ്ടിരുന്ന പ്രാവശ്യം നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. വണ്ണം കുറയുമല്ലോ, കാഴ്ചയിൽ നമുക്ക് അറിഞ്ഞില്ലെങ്കിലും നമുക്കൊരു നല്ലൊരു എനർജി അത് ഉറപ്പായിട്ടുമുണ്ട്. ഭയങ്കര ഒരു കോൺഫിഡൻറ്റും. ഞാൻ ഹെയർ കാണിച്ചില്ലേ, ഹെയറും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഹെയർ ഫുൾ എനിക്ക് 24 മണിക്കൂർ ഞാൻ വെട്ടിക്കളയും എപ്പോഴും. ദാണ്ട ഇടുപ്പിൻ്റെ അവിടം വരെ ഉണ്ടായിരുന്നു എൻ്റെ മുടി, നല്ല അടിപൊളി മുടി. എന്ത് പറയാനാണോ എനിക്കറിയത്തില്ല. ഞാനിപ്പം വളർത്താൻ പോകാമെന്ന് പറഞ്ഞാലും ഞാൻ ആഴ്ച വെട്ടിക്കളയും. എനിക്കറിയത്തില്ല, ഞാൻ എപ്പോഴും മുടി വെട്ടും. എനിക്ക് ഒത്തിരി കിളിപ്പിക്കണമെന്ന് ഓരോരുത്തരുടെ കാണുമ്പോൾ ഇഷ്ടമാണ്. പക്ഷേ എനിക്കത് കൊണ്ട് നടക്കാം, മെയിൻറ്റെയിൻസ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് കെട്ടിവെക്കുന്നതും. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞു, തുണി നനച്ചിട്ടുണ്ടായിരുന്നു, വിരിച്ചിട്ടില്ലായിരുന്നു, മറന്നുപോയി. അപ്പോൾ കുളി കഴിഞ്ഞിട്ടാണ് വിരിക്കുന്നത്. അപ്പോൾ അത് മേളിൽ വന്ന് അതെല്ലാം വിരിച്ചിട്ടായിരുന്നു. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളിന്ന് ഭയങ്കര തിരക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എടുക്കാൻ പറ്റി കുറേയൊക്കെ എടുത്തിട്ടുള്ളൂ. ഒരുപാട് കാര്യങ്ങളപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റി. ഏട്ടൻ ഇപ്പോൾ ടാങ്കൊക്കെ ക്ലീനാക്കി കണ്ടില്ലേ, അതുപോലെ വേറെയും കുറേ പരിപാടി ഉണ്ടായിരുന്നു. അതൊന്നും എടുത്തില്ല, കുറേയൊക്കെ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഇതിപ്പോൾ തന്നെ ഉണങ്ങി കിട്ടും. എന്താണെന്ന് വെച്ചാൽ അതുപോലത്തെ വെയിലാണ് ഗൈസ്. മേളിൽ തന്നെ ഇട്ടപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെന്താ, ഈ സ്റ്റെപ്പ് കയറി ഞാൻ ഇവിടെ കേട്ടോ വൈകിട്ട് നടക്കുന്നത്. എന്ത് ജിമ്മിൽ പോയി ഡയറ്റ് നോക്കി എല്ലാത്തിൻ്റെയും കൂടെ ഈ നടപ്പും കൂടി ആകുമ്പോഴത്തേന് നല്ല വ്യത്യാസം വരണം. ഇപ്പം ഇച്ചിരി വെയിറ്റ് കൂടി നിൽക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള എടുത്തോളൂ. നാളെ മൺഡേ അല്ലേ, അപ്പം ഇന്നലെ സാറ്റർഡേ വന്നിട്ട് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ദിവസം ഉണ്ടല്ലോ എന്നുള്ള ഇതിലിരുന്നു. ഇപ്പോൾ സമയമുണ്ടല്ലോ, ഞങ്ങളതെല്ലാം ചെയ്യുന്ന സമയത്ത് പഠിച്ചോളാൻ പറഞ്ഞു. ഏട്ടനെ ഒരു അക്വേറിയം പൊട്ടിയായിരുന്നു, പഴയ ഒരെണ്ണം പുറകിലിരുന്നത്. അപ്പം അതിനകത്ത് കുറേ ഉരുളം കല്ലുകളുണ്ടായിരുന്നു. അതെല്ലാം എടുത്തിട്ടാണ് ആ ചെടിച്ചട്ടിയെല്ലാം സെറ്റ് ചെയ്തതിൻ്റെ അകത്ത് മേളിലിങ്ങനെ വെക്കാനായിട്ട് എല്ലാം കഴുകി റെഡിയാക്കി എടുക്കുമായിരുന്നു. അതേ സമയം കൊണ്ട് കുഞ്ഞു പെണ്ണുങ്ങൾ പഠിച്ചു. പിന്നെന്താ, അടുക്കും തുണി ഉണങ്ങിയതെല്ലാം എടുത്ത് അടുക്കിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞിൻ്റെ ബൈക്കൊരു കൂട്ടുകാരി വന്നപ്പോൾ ഫ്രണ്ടിൽ കൊണ്ടിട്ട് അതൊന്നിടത്തിന് അകത്തിടണം. ഒരു അക്വേറിയം ഇവിടെയും കുറേ എണ്ണം ഇട്ടു. അകത്തെ അക്വേറിയത്തിലും കുറച്ചെണ്ണം ഇട്ടു. ഇപ്പം ബീഫും ഒക്കെ പുരട്ടി ഇട്ടുകൊണ്ട് വൈകിട്ടും അധികം ജോലിയൊന്നുമില്ല. വൈകുന്നേരം ഞങ്ങൾ ചായ ഇട്ട് കുടിച്ചിട്ട് നമുക്കൊന്ന് പുറത്തോട്ട് പോകാമെന്ന് വെച്ചിട്ട് ഏട്ടൻ കൊണ്ടുവന്ന സാധനങ്ങളാണ്. ഇവിടെ D4 കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങ വാങ്ങാൻ, മെയിനായിട്ട് തേങ്ങ തീർന്നായിരുന്നു, തേങ്ങ വാങ്ങാൻ പോയതാണ്. അപ്പോൾ ഞാൻ ചായ ഇടുമായിരുന്നു. ചായ ഇട്ട് കുടിച്ചിട്ട് നമുക്കൊരു ചെറിയൊരു ഔട്ടിങ് എന്ന് പറയാൻ പറ്റത്തില്ല, ചുമ്മാതെ ഞാനും കുട്ടികളും ഏട്ടനുമായിട്ട് പുറത്തൊന്ന് പോകാമെന്ന് വെച്ച്. അപ്പം വേമുകുട്ടനാ ചായ തിളയ്ക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് അവിടെ ഇന്ന് എൻ്റെ മിടുക്കിയ കുട്ടിപ്പെണ്ണ്. നമ്മൾ തിരക്കിൻ്റെ ഇടയ്ക്ക് ചായ പാൽ വെച്ചിട്ട് പോയാൽ ഞാൻ അങ്ങോട്ട് മാറുമ്പോൾ തിളച്ച് വീഴും, അത് ഉറപ്പാണ്. അപ്പം ഏട്ടൻ ഇവർ സൈക്കിളൊക്കെ എടുക്കുന്നതൊക്കെ നോക്കിയിരുന്ന് വൈകുന്നേരത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്ന് ഞങ്ങൾ ചായ കുടിക്കുന്ന സീനാണ്. മോൾക്ക് പാലാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിനി ചായ എടുക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്, പഞ്ചസാരയില്ല. അപ്പോൾ അമ്പു വന്നിട്ടേ
സീറ്റ് ഒന്ന് പൊക്കി തരാമോ എന്ന് ചോദിക്കുക. സീറ്റ് ഇച്ചിരി പൊക്കാറായി. കാലിപ്പം നന്നായിട്ട് എത്തുവേ. അപ്പം നല്ലതായിട്ട് വശമായി കഴിഞ്ഞപ്പോൾ അന്ന് ആ സീറ്റ് കുറച്ച് പൊക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഏട്ടൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ശരിയായില്ല. അത് അങ്ങോട്ട് മുറുകി കിടക്കുക, അയഞ്ഞില്ല. ഇനിയും ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊരു കാര്യത്തിന് ആൾ വരുന്നുണ്ട്. അപ്പം ഇതുകൂടെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ്. പിന്നെ ഏട്ടൻ അതിന് കാറ്റടിക്കുക. ഇത് ഫുൾ ടൈം ഇതെടുത്തുകൊണ്ട് നടപ്പ്. അപ്പം അത് സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് കാറ്റടിച്ച് കൊടുക്കുക. ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അമ്പൂനിവിടെ. എല്ലാവരും സൈക്കിൾ എടുത്തിട്ട് വരും. ഒരു സമയമാകുമ്പോൾ എല്ലാവരും വാതിലിൽ വന്ന് ബെല്ലടിക്കും. അപ്പം മോളും സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങും. കുഞ്ഞിനും ഉണ്ട്, പക്ഷേ കുഞ്ഞ് സൈക്കിള് ചവിട്ടത്തില്ല, പേടിയാണ്. ചേച്ചിയുടെയൊക്കെ കൂടെ ഇങ്ങനെ പോകത്തേ ഉള്ളൂ, തന്നെ ചവിട്ടി പോകത്തില്ല. അപ്പം ഞാൻ ഇച്ചിരി ഇടമ്പിലൊക്കെ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ അതും ഇതും പറഞ്ഞ് കൊഞ്ചിച്ചിണക്കി. ഈ കാക്ക ഭയങ്കരമായിട്ട് അങ്ങനെ ഞാൻ കൊഞ്ചിച്ചൊക്കെ ചായ കൊടുത്തോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ചായ കുടിച്ച് എത്താണ്ട് നമുക്ക് പുറത്ത് പോകാം, നമ്മുടെ കാറിനും കാറ്റടിക്കണം. കാറിനും കാറ്റടിക്കണം, പുറത്ത് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പമ്പിൽ തന്നെ കയറി കാറ്റടിച്ച് അവിടെ ചെയ്തു തരും. അപ്പോൾ ഏട്ടൻ അത് കൂടെ നിന്ന് ചെയ്യിക്കുക. അങ്ങനെ 4 ടയറും കാറ്റടിച്ച് അവിടുത്തെ കാര്യമെല്ലാം സെറ്റാക്കി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കുറച്ച് ലോങ് ഓടി. എന്നിട്ട് കുഞ്ഞിന് പൊറോട്ട ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ട വേണമെന്ന് പറഞ്ഞ് ബെമ്മുകുട്ടൻ വാങ്ങിപ്പിച്ച. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് നമുക്ക് ബീഫ് കൂട്ടി പഴയ ഒരു ഓർമ്മയ്ക്ക് ഒന്ന് സ്റ്റാർട്ട് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. കറിയെല്ലാം പുരട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഞാൻ അപ്പം അങ്ങനെ കറിയായിട്ട് എടുത്തേ ഉള്ളൂ. പിന്നെന്താ, കപ്പയുണ്ടായിരുന്നു. വൈകിട്ട് കപ്പ വേവിക്കാനായിട്ടും പറഞ്ഞു. ചോറ് രാവിലത്തേനെ ഇട്ടിട്ടുള്ളായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ചോറ് വെച്ചിട്ടുണ്ട്. അമ്പൂന് ചോറ് വേണം, അതുകൊണ്ട് കുറച്ചിരിപ്പുണ്ട്. എനിക്ക് ഏട്ടനും കപ്പ വേവിക്കുക. അമ്പൂന് കപ്പ വേവിക്കുന്നതൊന്നും ഇഷ്ടമില്ല. ബെമ്മുകുട്ടനാണെങ്കിൽ ഒട്ടും കഴിക്കത്തില്ല. ബെമ്മു ബീഫും കഴിക്കത്തില്ല, ചിക്കൻ. അമ്പു പിന്നെ ബീഫ് കഴിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തു നിന്നൊക്കെ വന്നിട്ട് അപ്പോൾ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ബീഫൊക്കെ റെഡി ആണല്ലോ. പിന്നെ കപ്പയുടെയും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് പിന്നെ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണം. പിന്നെ എല്ലാവർക്കും ഒന്ന് മേല് കഴുകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. വിളക്ക് എത്തിക്കുന്നതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ബീഫിനുള്ള ഇതിന് മുമ്പത്തെടുത്ത വീഡിയോ ആണ്. അത് എഡിറ്റ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. പിന്നെന്താ, ബീഫിനുള്ള ഗ്രേവി റെഡിയാക്കുന്നത്, പുരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രേവി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും മോളൂടെ. മോൾ എന്തൊക്കെയാണ് ഇടുന്നത് എങ്ങനെയൊക്കെയാണെന്ന് കണ്ടു പഠിക്കാൻ വന്നിരിക്കുക. എൻ്റെ കൊച്ചു മിടുക്കി. ഞാൻ എന്നൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിലിടുന്നതെന്നൊക്കെ വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കുക. ഒറ്റ പ്രാവശ്യം കണ്ടാൽ മതി കേട്ടോ, പെട്ടെന്ന് പഠിച്ചെടുക്കും. എൻ്റെ വണ്ണം എങ്ങനെയുണ്ട് ഗൈസ്, ഇതൊന്ന് ശ്രദ്ധിച്ചോ. ഞാനോട്ടൊന്ന് കുറയ്ക്കുന്നതായിരിക്കും. കടുക്, എന്താ കടുക് ഇതിന് മാത്രം അടുത്ത് കാണിക്കാൻ? ഇച്ചിരി ഓളിയം കുറവായിരിക്കും കേട്ടോ. ഞാൻ ഇച്ചിരി ഓളിയം താഴ്ത്തിയാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട്. പിന്നെ ഞങ്ങൾ ബീഫ് ഉണ്ടാക്കുമ്പം ഞങ്ങളുടെ കുഞ്ഞു പെണ്ണിന് ഇവിടെ ചിക്കൻ ഫ്രൈ ആക്കിയില്ലെങ്കിൽ ഇവിടെ ഇല്ലാത്ത പ്രശ്നം നടക്കും. ഒരടുപ്പിൽ ഞാൻ ബീഫിനുള്ളത് പുരട്ടാനുള്ളത് ഗ്രേവി റെഡിയാക്കി ഒരടുപ്പത്ത് ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ്. ബീഫ് അപ്പം നല്ല വറ്റി നല്ല ടേസ്റ്റ് ബൈസ് വെന്ത് നല്ല ഉടനെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് തന്നെ ബീഫ് വെച്ച. ഏട്ടൻ പറഞ്ഞു അടുപ്പത്തിരുന്ന് വേകുന്ന ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ കുക്കറിൽ കുറച്ച് വിസിലടിച്ചിട്ട് അടുപ്പത്ത് വെച്ച് സെറ്റ് ചെയ്തെടുക്കും. അങ്ങനെ നമ്മുടെ വൈനൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്നും എടുക്കാമെന്ന് വെച്ചു. ദക്ഷിണ എന്നെ കൊണ്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെ കുറച്ച് ഞങ്ങൾ എടുത്തതാണ്.
ഒരു കുറച്ച് ദിവസം ആയുള്ളൂ, കുറച്ച് ദിവസമല്ല, അതെടുക്കേണ്ട ഒരു റേഞ്ചായി. പിന്നെന്താ, വളരെ കുറച്ചേ ഉള്ളൂ എന്നൊരു തോന്നൽ, കുറച്ചുകൂടെ ആകാമായിരുന്നു. ഞാൻ തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്യാമെന്ന്, ചേട്ടനാണ് ഫസ്റ്റ് കൊടുക്കണമെന്ന് വെച്ചത്. ചേട്ടൻ സ്ഥലത്തില്ലായിരുന്നു, ഇത് കുടിച്ചിട്ട് കൊടുക്കാമെന്ന് വെച്ച്. അടിപൊളി കേട്ടോ, വീര്യം കൂടിയെന്ന് വെച്ചാൽ ഭയങ്കര കട്ടി വീര്യം കൂടി. ഇത് ഒരു സ്വല്പം ഇറങ്ങി പോകുമ്പോഴേ ഏട്ടന് സർപ്രൈസായിട്ട് കൊടുത്ത് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാനായിട്ട് ഞങ്ങൾ കുടിപ്പിക്കുകയാണ്. ഏട്ടൻ എന്തിനാടി അത് പൊട്ടിച്ച്, സമയമായില്ലല്ലോ, കുറച്ചുകൂടെ വെച്ചാൽ അടിപൊളിയാകത്തില്ലെന്ന് വെച്ചിട്ട് കുടിച്ചിട്ട് റിസൾട്ട് നോക്കിക്കോണേ, ആ മുഖത്തെ റിയാക്ഷൻ നോക്കിക്കോണേ. ഇങ്ങനെ ഉണ്ട് കേട്ടോ. എൻ്റെ ഏട്ടൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അത് പൊളി സാധനം. എന്നാന്ന് വെച്ചാൽ അവർക്ക് നന്നായിട്ട് അറിയാം, അടിപൊളിയാന്ന് പറഞ്ഞു. ഇത് 2-3 പ്രാവശ്യം എന്നോട് പറഞ്ഞു നല്ല വീര്യമായിട്ടുണ്ട്, അടിപൊളിയാന്ന് പറഞ്ഞു. വെറുതെ പറയുന്നല്ലോ കേട്ടോ, ഇപ്രാവശ്യത്തെ കിടുക്കനായിട്ട് ഒത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാര്യമായിട്ട് ഇട്ടേ ഇപ്രാവശ്യം, അത് മാറ്റി ഉടനെ അടുത്ത് ഇടുന്നുണ്ട്, കാണിക്കാം. അപ്പം ഞങ്ങൾ കപ്പ വേവിച്ച് നല്ല കിടുക്കൻ ബീഫായിട്ട് സൂപ്പർ ടേസ്റ്റി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ പറയണ്ടേ, നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. നാളെ കാണാം.